ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിക്കുന്നതുവരെ പുതിയ ആണവ ചർച്ചകൾക്ക് തയ്യാറല്ലെന്ന് ഇറാൻ. സ്വയം പ്രതിരോധം തുടരുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി വ്യക്തമാക്കി. ജനീവയിൽ യൂറോപ്യൻ യൂണിയനിലെ വിദേശകാര്യമന്ത്രിമാരുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് അബ്ബാസ് അരാഗ്ചിയുടെ പ്രതികരണം. I stand before this august body to remind you of the legal and ethical responsibility each and every state member and observer of the Human Rights Council has to stand up against this grave injustice. Israel has launched an unprovoked aggression on Iran in stark violation of Article 2, Paragraph 4 of the Charter and in bold defiance of all the principles and rules that this Council stands for. This is an unjust war imposed on my people since early hours of Friday 13 June, when Israel perpetrated a mix of unlawful and criminal operations against off-duty military personnel, university professors, and ordinary people. ജനീവ ചർച്ചകൾ വിജയം കണ്ടില്ലെന്നും ഇറാൻ യൂറോപ്പുമായല്ല അമേരിക്കയുമായി ചർച്ച നടത്താനാണ് താൽപര്യപ്പെടുന്നതെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. വിവരങ്ങളുമായി ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് ചേരുന്നത്. മധു, ഗുഡ് ഈവനിംഗ്. അമേരിക്കയുമായി ചർച്ച നടത്താനാണ് ഇറാൻ താൽപര്യപ്പെടുന്നതെന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. കഴിഞ്ഞ ദിവസം UN-ൽ വിവിധ സംഭവ വികാസങ്ങൾ ഉണ്ടാവുകയുണ്ടായി. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി വലിയ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ഇറാനിലെ ആണവോർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിച്ചു കഴിഞ്ഞാൽ ആണവ വികിരണം ഉണ്ടാകുമെന്നും നിരവധി പേരെ കിലോമീറ്ററുകളോളമുള്ള പ്രദേശങ്ങളിൽ നിന്ന് മാറ്റിപ്പാർപ്പിക്കണമെന്നും ഒക്കെയുള്ള മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. ഇറാൻ പല കാര്യങ്ങളും UN-ൽ അപലപിക്കുകയുണ്ടായി. എല്ലാ വിശദാംശങ്ങളുമായി പറയും. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റിന. ഐക്യരാഷ്ട്രസഭയിൽ ഇറാൻ ഇസ്രായേലിനെതിരെ വളരെ ശക്തമായ നിലപാടും ആരോപണങ്ങളുമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അതുപോലെ ഈ ആണവ ഏജൻസി തന്നെ പറയുന്നുണ്ട്, ഈ ന്യൂക്ലിയർ പ്ലാന്റുകൾ ആക്രമിച്ചു കഴിഞ്ഞാൽ അത് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നും. ഇറാൻ ഇന്ന് യൂറോപ്യൻ യൂണിയൻ മുൻകൈയെടുത്ത് ജനീവയിൽ നടത്തിയ ചർച്ചകൾ വിജയം കണ്ടില്ല. യൂറോപ്യൻ യൂണിയൻ ചർച്ചകൾ പോലും ഇറാന്റെ നയതന്ത്രജ്ഞൻ അബ്ബാസ് അരാഗ്ചി പറഞ്ഞത് ഈ ചർച്ചകൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആക്രമണം അവസാനിപ്പിക്കണം, അതുപോലെ ഇസ്രയേൽ അല്ലെങ്കിൽ ഈ യുദ്ധക്കുറ്റങ്ങൾ ചെയ്ത ഇസ്രയേലിനെ കുറ്റവാളിയായി പ്രഖ്യാപിക്കണം, എന്നിട്ടും മതി ചർച്ചകളെന്നാണ്. അമേരിക്കയിൽ CNN-നുമായിട്ട് സംസാരിക്കുമ്പോൾ ഇറാന്റെ പ്രതിനിധിയും സമാന ഭാഷയിലാണ് സംസാരിച്ചത്. ഇസ്രയേലി ബോംബുകൾ ഇറാനിൽ പതിക്കുമ്പോൾ ചർച്ചകൾ അസാധ്യമാണെന്ന ഇറാനി നിലപാട് അടിവരയിട്ടുകൊണ്ടാണ് അദ്ദേഹം ഇന്ന് വീണ്ടും സംസാരിച്ചത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഒറ്റ ഫോൺ കോളിൽ യുദ്ധം അവസാനിപ്പിക്കുവാൻ സാധിക്കുമെന്നാണ് ഈ ഇറാൻ പ്രസിഡന്റ് ഓഫീസിൽ നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥനായ മജീദ് ഫർഹാനി ഇന്ന് CNN-നോട് പറഞ്ഞത്. ഇറാൻ സിവിലിയൻ ഡയലോഗിലാണ് വിശ്വസിക്കുന്നത്. ചർച്ചകൾ നേരിട്ടോ അല്ലാതെയോ ആകുന്നതിൽ ഒരു പ്രശ്നവുമില്ല. ആണവ സമ്പുഷ്ടീകരണമൊക്കെ നിർത്തുന്നത് ഇറാൻ ഒരു തരത്തിലും അംഗീകരിക്കില്ലെന്ന് മജീദ് പറഞ്ഞു. എന്നാൽ ഇളവുകൾ സാധ്യമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. അതേസമയം ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധം തടയുവാൻ ശ്രമിക്കുന്ന യൂറോപ്യൻ നയതന്ത്ര ശ്രമത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അല്പമണിക്കൂറുകൾക്ക് മുമ്പ് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ന്യൂജേഴ്സിയിലേക്ക് അദ്ദേഹം എയർഫോഴ്സ് വണ്ണിൽ വന്ന് ഇറങ്ങിയതിന് ശേഷം മാധ്യമപ്രവർത്തകരുമായിട്ട് സംസാരിക്കുകയായിരുന്നു. ഇറാൻ യൂറോപ്പിനോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല, അവർ അമേരിക്കയോടാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതെന്നാണ് ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. ഇസ്രയേലിന്റെ ബോംബാക്രമണം നിർത്താൻ പറയുവാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബുദ്ധിമുട്ടാണ്. കാരണം ഇസ്രയേൽ വളരെ ശക്തമായ നിലയിൽ നിൽക്കുമ്പോഴും ഇറാൻ പതറുമ്പോഴും അത്തരം ഒരു ആവശ്യം തന്റെ ഭാഗത്തു നിന്ന് ഉന്നയിക്കുന്നത് ശരിയല്ല എന്നാണ് ട്രംപ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വശത്ത് ട്രംപ് ഈ സമാധാനത്തിന്റെ ആയിട്ടുള്ള ശ്രമങ്ങൾ തുടരുമെന്നും പറഞ്ഞാണ് ഇന്ന് മാധ്യമപ്രവർത്തകരോട് അവസാനിപ്പിച്ചത് തന്റെ സംസാരം. ഒരു കാര്യം കൂടി, ദേശീയ ഇന്റലിജൻസ് മേധാവി തുൾസി ഗബാർഡിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ട്രംപ് തള്ളിയിട്ടും കൂടിയുണ്ടല്ലോ. അതായത് ഇറാൻ ആണവായുധം നിർമ്മിക്കില്ല എന്ന് അവർ പറഞ്ഞ ആ ഒരു കാര്യം അത് തെറ്റാണ് എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ടല്ലോ. തുൾസി ഗബാർഡിന്റെ ഈ റിപ്പോർട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. കൃഷ്ണ വരും ബുള്ളറ്റിനിൽ അത് സംബന്ധിച്ചുള്ള കൂടുതൽ നമുക്ക് ഇൻഫർമേഷൻ ആൾക്കാർക്ക് കൊടുക്കാൻ സാധിക്കും. ശരി, എന്തായാലും അമേരിക്കയുമായി ചർച്ച നടത്താനാണ് ഇറാൻ താൽപര്യപ്പെടുന്നതെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വാർത്ത, മധ്യ ഇസ്രായേലിലേക്ക് ഇറാൻ മിസൈൽ ആക്രമണം നടത്തുന്നു, അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിൽ തീപിടുത്തം എന്നതാണ്.